ഇറാൻ അമേരിക്ക സംഘർഷം മുറുകുന്നതിനിടെ ഇറാൻ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. യുറേനിയം സമ്പുഷ്ടീകരണം 90% വർദ്ധിപ്പിക്കും എന്നാണ് ഇറാൻ പറയുന്നത്. ഇറാന്റെ പാർലമെന്ററി നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ഫോറിൻ പോളിസി വക്താവ് ഇബ്രാഹിം റസായി എക്സിലൂടെയാണ് ഈ വിവരം പങ്കുവച്ചിട്ടുള്ളത്. ഇനി ഇറാനെതിരെ ഒരു ആക്രമണമുണ്ടായാൽ 90% യുറേനിയം സമ്പുഷ്ടീകരണം എന്ന ലക്ഷ്യത്തിലേക്ക് ഇറാൻ പോവുകയാണ്. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് തടയുക എന്നത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പ്രഥമമായ ലക്ഷ്യമാണ്. അമേരിക്ക വീണ്ടും സൈനിക നടപടിയിലേക്ക് നീങ്ങും എന്ന സൂചനകൾ വരുന്നതിനിടെയാണ് ഇറാന്റെ ശക്തമായ മുന്നറിയിപ്പ്. ഇന്റർനാഷണൽ മീഡിയകൾ പ്രസിദ്ധീകരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്നലെ വലിയ സ്ഫോടന ശബ്ദങ്ങൾ തെഹ്റാനിലും പരിസരത്തുമുണ്ടായി എന്ന് പറയുന്നു. ഭൂകമ്പത്തിന് സമാനമായ ഒരു സ്ഫോടന ശബ്ദം ഇറാന്റെ തെഹ്റാൻ പരിസരത്തുണ്ടായി. 90% യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിനെപ്പറ്റി പാർലമെന്റ് ചർച്ച ചെയ്യുമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അയത്തുള്ള ഖൊമൈനിയുടെ ആണവായുധം വികസിപ്പിക്കുകയില്ല എന്ന ആ ഫത്വ മുജ്തബ ഖംനഈ തിരുത്താൻ സാധ്യതയുണ്ട്. അമേരിക്കയും ഇസ്രായേലും ഇത്തരമൊരു യുദ്ധത്തിന് തുനിഞ്ഞത് തങ്ങളുടെ കൈവശം ന്യൂക്ലിയർ വെപ്പൺ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു. അതിൻ്റെ സൂചനകളാണ് ഈ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാകുന്നത്.